മേലെ ചൊവ്വ അമ്പലക്കുളം റോഡിൽ ആദ്യ മഴയിൽ തന്നെ 5 വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. വീടിന്റെ അകത്തേക്ക് വരെ വെള്ളം കയറുന്നു. വലിയ തോതിലുള്ള പ്രയാസം ഇവിടുത്തെ ആളുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. വീട്ടുകാരായ രഞ്ജിത്തും ലത്തീഫും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് രഞ്ജിത്ത് തന്നെ നമ്മളോട് പറയും. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ വെള്ളം കയറിയത്? വെള്ളം ഇവിടെ പ്രത്യേകിച്ച് ഒരു ഓവ് ഇല്ല വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് കുറേ കാലമായി ഈ ഓവിന് പിന്നാലെ നടക്കുന്നു. ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ എന്താ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് ഈ വെള്ളം കയറുന്നത് തന്നെ ബുദ്ധിമുട്ട്. ഈ മുന്നോട്ട് വെള്ളം പോയാലല്ലേ ഇത് വെള്ളം മുന്നോട്ട് പോകും. അതിനെല്ലാം എവിടെ വരെ എത്തി? വെള്ളം ഏകദേശം വീട്ടിൻ്റെ ഉള്ളിൽ കയറി. വെള്ളം ഇത് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങ് എല്ലാ റൂമിലും കയറി വെള്ളം. ഇപ്പോൾ കിണറിന്റെ ഒക്കെ അവസ്ഥ എന്താ? കിണറിൻ്റെ അവസ്ഥയെല്ലാം ഈ ചളിവെള്ളം തന്നെ കിണറിൻ്റെ അകത്തും ഉള്ളത്. ഇപ്പം മൊത്തമായിട്ട് ചളിവെള്ളം കുടിക്കാൻ എടുക്കാൻ പറ്റില്ല വെള്ളം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്കുള്ളത്. എപ്പോഴും ഉണ്ടാകാറുണ്ടോ ഈ എല്ലാ കൊല്ലവും ഈ പ്രയാസമുണ്ട്. ഇവിടെ ഒരു മര്യാദക്കുള്ളൊരു ഓവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പരാതിയൊക്കെ നൽകിയിരുന്നു? പരാതി ഏപ്രിൽ 4 വരെ കലക്ടർക്ക് വരെ കൊടുത്തിട്ടുണ്ട്. കലക്ടർ മറ്റേ കോർപ്പറേഷൻ സെക്രട്ടറിനെ കാണാൻ പറഞ്ഞ് അവരെ കണ്ട്. അവർ ഏതോ ഒരു എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ, അവരിതുവരെ സമയം കിട്ടിയിട്ടില്ല ഇവിടെ വന്ന് സർവേ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ, സ്പോട്ട് സർവേ ചെയ്തിട്ട്. ഇപ്പോൾ എന്താ പരിഹാരം? എന്താ നിങ്ങൾ പറയുന്നത്? പരിഹാരം മുന്നോട്ട് ഓവ് വലിച്ചാൽ വെള്ളം പോയിക്കോളും. അമ്പലക്കുളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒരു ഓവുണ്ട്, അവിടെ വരെ ഓവ് വലിച്ചാൽ വെള്ളം അതിൻ്റെ വഴിക്ക് പോയിക്കോളും. ഇപ്പോൾ ഈ ആദ്യ മഴയിൽ തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് തുടർച്ചയായി മഴ പെയ്യുമ്പോഴുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? വലിയ ഭീതിയിലാണോ നിങ്ങൾ? പിന്നെ ഇത് ആദ്യത്തെ മഴ ഇതാണെങ്കിൽ പിന്നെ വീട്ടിൻ്റെ അകത്ത് താമസിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ. പ്രശ്നം തന്നെ ഇത്. കുടിവെള്ളം കിട്ടില്ല. ഇപ്പം സേഫ്റ്റി ടാങ്കെല്ലാം നിറയും. മൊത്തമായി ബുദ്ധിമുട്ടാവും. എത്ര വീട്ടുകാർ മൊത്തത്തിൽ ഈ പിറകുവശത്തെ വീടും എല്ലാം എല്ലാം ഒരേ ലെവൽ. ഇതെല്ലാം പണ്ടെടുത്ത ഒരു 10-20 കൊല്ലം മുന്നേ എടുത്തോണ്ട് വീട് താണുപോയി, റോഡ് ഹൈറ്റിൽ പോയി. അതുകൊണ്ടുള്ള പ്രശ്നമായത്. മര്യാദക്കുള്ളൊരു ഓവും ഇല്ല. ഇപ്പം തൊട്ടടുത്ത വീടാണ് ലത്തീഫിൻ്റെ വീട് അല്ലേ? നിങ്ങളുടെ വീട്ടിലും ഇതേ പ്രശ്നം തന്നെയാണ്? നമ്മളെ വീട്ടിൽ അതേ പ്രശ്നം തന്നെയാണ് ഉള്ളത്. നമുക്ക് കിണറെല്ലാം ഫുള്ള് വെള്ളം, കച്ചറ വെള്ളം തന്നെ കയറിയത്. അങ്ങനെയാണ് ഉള്ളത്. അതേ പ്രശ്നം തന്നെ അതേ ഉള്ളത് തന്നെയാണ് സംഭവിക്കുന്നത്. 3-4 കൊല്ലം നമ്മളും അങ്ങനെ. നമ്മളിപ്പോൾ 3-4 കൊല്ലമായിട്ടുള്ള താമസം തുടങ്ങിയിട്ട്. ഇവർ കുറേ കൊല്ലം ഇവിടെ എടുത്ത വീടാണ് ഇത്. നമ്മളിപ്പോൾ 3-4 കൊല്ലം ഇതേ അനുഭവം തന്നെ മയക്ക് സംഭവിക്കുന്നുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറും. അത് നമ്മൾ അടുത്തെങ്ങനെ ഇതാവില്ല. കുറച്ച് വേക്കോത്തെല്ലാം കയറിയിട്ട് കിണറൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. വെള്ളമെല്ലാം ചളി, വേസ്റ്റ് വെള്ളമെല്ലാം വരുന്നത്, പുറത്തുള്ള വെള്ളമെല്ലാം കുട്ടികൾക്കെല്ലാം വരും എന്നുള്ള ഒരു പേടിയുണ്ട്. പനിയെന്ന് ആരും പുറത്തിറങ്ങല്ല. ഈ മയക്ക് കുട്ടികളൊന്നും പുറത്തിറക്കല്ല. ബുദ്ധിമുട്ടാന്ന് വരുന്നുണ്ട്. അതെല്ലാം കൊണ്ടാണ് തന്നെ മിസ്റ്റേക്ക്. ഇത് അങ്ങോട്ട് ഓവിച്ച് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ള വിചാരിക്കുന്നു. എന്തായാലും ഈ വെള്ളം ഇവിടെ വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കുമ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് അവിടെ ഈ ഓവ് ഇങ്ങനെ അടഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ വെള്ളം ഈ 3-4-5 വീട്ടുകാർക്ക് വലിയ തോതിൽ കുടിവെള്ളം പോലും മുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായ ഒരു ഇടപെടൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ആദ്യ മഴയിൽ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയാൽ ഇനി തുടർന്ന് അങ്ങോട്ട് കാലവർഷം ആരംഭിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നതാണ് ഇവരെ അലട്ടുന്നത്. വലിയ തോതിലുള്ള പ്രയാസം, കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. വീട്ടുകാരൊക്കെ വീടിന് അകത്തേക്ക് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിരവധി വീടുകളിൽ ഉണ്ടായിട്ടുള്ളത്. കിണറിൽ വെള്ളം, ഈ മലിനജലം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം, അതൊക്കെ വലിയ തോതിലുള്ള പ്രയാസം ഇവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതിന് അടിയന്തരമായ ഒരു പരിഹാരം കാണണം എന്നാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഈ വെള്ളം എത്രമാത്രം ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. അതായത് മുട്ടോളം വെള്ളം ഈ മുറ്റത്ത് തന്നെ ഉണ്ട്. അതാണ് ഈ വീടിൻ്റെ അകത്തേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മഴ ശക്തിയാകുമ്പോൾ വീടിനകത്തേക്ക് വരെ വെള്ളം കയറുന്നു. നമുക്കറിയാം ഈ നെടുമുറിയിലടക്കം ഇപ്പോൾ വെള്ളം കയറിയ ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വീടിൻ്റെ അടുക്കളയിൽ വരെ വെള്ളമുണ്ട്. ബെഡ്റൂമിൽ ഒക്കെ വെള്ളമാണിതാ.
വീടിൻ്റെ അടുക്കളയാണിത്. ഈ അടുക്കളയിലടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങോട്ടാ. നമ്മളിപ്പോൾ ഈ കാണുന്ന വെള്ളത്തിൻ്റെ നിറം തന്നെയാണ് ഈ കിണറിലെ വെള്ളത്തിനുമുള്ളത്. പൂർണ്ണമായും മലിന ജലമാണ് ഈ കിണറ്റിലുള്ളത്. കുടിക്കാൻ ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ കിണറും ഉള്ളത്. കുടിവെള്ളം നമ്മൾ ഈ 1 വർഷമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടേ ഇല്ല. നമ്മൾ ഈ PHD വെള്ളം മാത്രം ഫിൽറ്റർ ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ വേനൽക്കാലത്ത് മഴ പെയ്താൽ തന്നെ കിണറ്റിലേക്ക് വെള്ളം ഇറങ്ങുന്ന അവസ്ഥയാണ്. ഇത് ഒന്നാമത് ഇത് വയലായിരുന്നു പണ്ട്. അപ്പോൾ ഈ വഴി 4 സൈഡും വെള്ളം കെട്ടും ഈ റോഡിലേക്ക്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും വെള്ളം കെട്ടുമ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് ഈ 1 വർഷമായിട്ട് നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല. അതും PHD വെള്ളമാണെങ്കിലും നമ്മൾ രാത്രി കാത്തിരുന്നിട്ട് വേണം എടുത്തു വെക്കാൻ. 11:30-12 മണിക്കൊക്കെ വെള്ളം വിടുന്നത്. രഞ്ജിത്തിൻ്റെ വീടിൻ്റെ അടുക്കളയിലടക്കം വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അധികൃതർ ഉടൻ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.